കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനിന്ന് 100 ആടിൻ്റെ കഥ പറഞ്ഞുതരാം. പണ്ട് പണ്ട് ഒരിടയൻ്റെ പക്കൽ 100 ആടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടെയും ആ ആടുകളെ പരിപാലിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം എല്ലാ ആടുകളെയും കൂട്ടി മേയാനായി മരുഭൂമിയിലേക്ക് പോയി. അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ ഒരാടിനെ കാണാതായി. ഒരാടിനെ നഷ്ടപ്പെട്ടു. ആ ഇടയന് വളരെ സങ്കടമായി. എല്ലായിടവും നോക്കി, കണ്ടില്ല കൂട്ടുകാരെ. അവിടെ എല്ലാം നോക്കിയിട്ടും കണ്ടില്ല കൂട്ടുകാരെ. അങ്ങനെ ആ ഇടയൻ്റെ കൂട്ടുകാരില്ലേ, അവർ വന്നു. പറഞ്ഞു, ഒന്നല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ, കുഴപ്പമില്ല, ഒന്നല്ലേ പോയുള്ളൂ, ബാക്കി 99 എണ്ണം ഉണ്ടല്ലോ, ഒന്നല്ലേ നഷ്ടപ്പെട്ടോളൂ, സാരമില്ലെന്ന്, നിങ്ങളിങ്ങനെ വിഷമിക്കണേ എന്തിനാണ് എന്ന് ചോദിച്ചു. പക്ഷെ ആട് മേയ്ക്കുന്ന ഇടയന് വളരെ സങ്കടമായിരുന്നു. വളരെ കരഞ്ഞുകൊണ്ട് അവിടെ എല്ലാം നോക്കി, കണ്ടില്ല കൂട്ടുകാരെ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലേക്ക് തിരിച്ചു പോയിട്ട് അങ്ങോട്ട് ദൂരെ നടന്ന് പോയപ്പോൾ കൂട്ടുകാരെ, ആ മുൾച്ചെടിയിലിടയിൽ ഒരാടുണ്ടായിരുന്നു. അത് ആ ഇടയൻ്റെ കുഞ്ഞാടായിരുന്നു. അങ്ങനെ ആ മുള്ളുകൾക്കിടയിൽ നിന്ന് മുറിവെല്ലാം മാറ്റി ആടിനെ എടുത്തു. അവിടെ ആ ആടിൻ്റെ ദേഹത്ത് അത്രയും മുറിവായിരുന്നു കൂട്ടുകാരെ, പാവം. അങ്ങനെ മുറിവൊക്കെ വച്ച് കെട്ടി സുഖമാക്കി വിട്ടു. അങ്ങനെ 100 ആടിനെ തിരിച്ചു കിട്ടി ഇടയന്. ഇതുപോലെയാണ് നമ്മുടെ യേശുക്രിസ്തു. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാനല്ലോ നമ്മുടെ യേശുക്രിസ്തു വന്നിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇതുപോലെയാണ് കൂട്ടുകാരെ സ്നേഹിക്കുന്നത്.